കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും പതിവ് വീട്ടുകാര്യങ്ങളിലേക്ക് കടക്കുവാണേ. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പം എൻ്റെ ചെടികളെല്ലാം വളർന്ന് പന്തലിച്ച് നിന്ന് എനിക്ക് സർപ്രൈസ് തരുമെന്നൊക്കെയായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന 2-3 ചെടി പോവുകയും ചെയ്തു. ആ ഒരു ഭാഗത്ത് നിന്നിരുന്ന 2-3 വിങ്കാറോസും വേറെ ഒരു പ്ലാന്റും എല്ലാം പോയി. നിർത്താതെയുള്ള ഭയങ്കര മഴയാണല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പം പോയത്. അതോ ഇനി ഞാൻ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കാതെ കയറി ചവിട്ടിയതാണോന്നും അറിയത്തില്ല. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണ് മാറ്റി കൊടുത്തിരുന്ന ആ പ്ലാന്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആരോ പറിച്ചെടുത്ത് മാറ്റിയിട്ടേക്കുന്നതായിട്ട് കണ്ടു. ഇനി കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ചെയ്താണോന്ന് അറിയത്തില്ല. അതിൻ്റെ ആ ഒരു അടിവശം അത്യാവശ്യം ഉണങ്ങിയായിരുന്നു നിന്നിരുന്നേ. അതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള പച്ച കമ്പുകൾ നോക്കി ഇളം കമ്പുകളായിട്ട് കട്ട് ചെയ്ത് 5-6 ഇടത്തായിട്ട് വെച്ചു. ഇതിലേതെങ്കിലും ഒരെണ്ണം പിടിച്ച് കിട്ടിയാൽ മതിയല്ലോ, നമുക്ക് ആ ചെടിയെ പിന്നെ ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാമല്ലോ. നമ്മൾ നട്ടുവെക്കുന്ന ചെടികൾ കാര്യമായിട്ട് വളർന്നില്ലേലും അതിനു ചുറ്റും കളകൾ കാര്യമായിട്ട് വളരുന്നുണ്ട്. കാണുന്നതിനെ അപ്പം പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അവസാനം ചെടി ഏതാ കാട് ഏതാന്ന് മനസ്സിലാവുകയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെട്ട് കിട്ടിയ സിങ്കോണിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഈ ചെടിയൊക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ട് ഞാൻ ഇതൊക്കെ കാണിച്ചപ്പോൾ അവിടുന്ന് വന്ന റിപ്ലൈ എന്നാന്നറിയാവോ? നീ എന്തിനാ ഈ കാട്ടുചെടിയൊക്കെ പറിച്ച് വീട്ടിൽ വെക്കുന്നതെന്ന്. ശരിയാ, ഞങ്ങളുടെ അവിടെ ഒക്കെ ഈ ടൈപ്പ് ഒരു കാട്ടുചെടി ഉണ്ട്. അത് പക്ഷെ ഒരു വള്ളിച്ചെടിയാ. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇതാരും വിശ്വസിക്കുന്നില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നക്ഷത്രമുല്ലയുടെ ചില കമ്പുകൾ ഉണങ്ങി നിൽക്കുമായിരുന്നു. വെച്ച് കഴിഞ്ഞ് കൊണ്ടു തന്ന കുറച്ച് നക്ഷത്രമുല്ലകൾ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയ കമ്പുകളെയൊക്കെ മാറ്റിയിട്ട് അവിടോട്ട് നല്ല കമ്പുകളെ സ്ഥാപിച്ചു. ഞാൻ എന്ത്